അമേരിക്ക മുൻകൈയെടുത്ത് തയ്യാറാക്കിയ വെടിനിർത്തൽ കരാർ കാറ്റിൽ പറത്തി ഗസ സിറ്റി വളഞ്ഞ് ഇസ്രായേൽ വീണ്ടും ആക്രമണത്തിന്. ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 65 പേർ മരിച്ചെന്നാണ് സൂചന. നെറ്റ്സാരിയും ഇടനാഴി പിടിച്ചെടുത്തുവെന്നും ഗസയെ വടക്കും തെക്കുമായി വിഭജിച്ചതായും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് എക്സിൽ കുറിച്ചു. അവശേഷിക്കുന്ന ജനം എത്രയും പെട്ടെന്ന് സ്ഥലം വിടണമെന്നും അല്ലാത്തവരെ ഭീകരവാദികളായി കണക്കാക്കുമെന്നും ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞു. അതിനിടെ ഗാസയിലേക്കുള്ള സഹായം എത്തുന്നതും ഇസ്രായേൽ സേന തടസ്സപ്പെടുത്തുന്നു. ഗസയിൽ ഇസ്രായേലിൻ്റെ ആക്രമണം കടുത്തിരിക്കെ ഗസയിലേക്ക് സഹായവുമായി എത്തിയ കപ്പലുകൾ ഇസ്രായേൽ നാവികസേന തടഞ്ഞു. സ്വീഡിഷ് പരിസ്ഥിതി പ്രവർത്തകനായ ഗ്രേറ്റ തൻബർഗ് ഉൾപ്പെടെയുള്ളവരെ കസ്റ്റഡിയിലെടുത്തതായാണ് വിവരം. സംഭവത്തിൽ യൂറോപ്പിലെങ്ങും പ്രതിഷേധം ശക്തമാവുകയാണ്. ഗ്രീസ്, ഇറ്റലി, ബെൽജിയം എന്നിവിടങ്ങളിൽ ഇസ്രായേലിന് നേർക്ക് പ്രതിഷേധ പ്രകടനങ്ങൾ ഉണ്ടായി. ഗസയിൽ ഇസ്രായേൽ രണ്ടും കൽപ്പിച്ചുള്ള പോരാട്ടത്തിനാണ് നീങ്ങുന്നത് എന്ന് വ്യക്തം. ഈ നടപടിയിലൂടെ ഗസയെ രണ്ടായി വിഭജിക്കുന്ന തരത്തിൽ സൈനിക നിയന്ത്രണം ശക്തമാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ. ഗസ സിറ്റിയെ പൂർണ്ണമായി വളഞ്ഞതായി ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് അവകാശപ്പെട്ടു. ഗസ സിറ്റിയിൽ അവശേഷിക്കുന്ന ജനങ്ങൾ ഉടൻ സ്ഥലം വിടണമെന്നും മന്ത്രി മുന്നറിയിപ്പ് നൽകി. ഇല്ലെങ്കിൽ അവരെ തീവ്രവാദികളോ തീവ്രവാദികളെ പിന്തുണയ്ക്കുന്നവരോ ആയി കണക്കാക്കുമെന്നും അവരെ വധിക്കുമെന്നും ഇസ്രായേൽ കാറ്റ്സ് വ്യക്തമാക്കി. ഈ കടുത്ത നിലപാട് പ്രദേശത്തെ സംഘർഷത്തെ കൂടുതൽ രൂക്ഷമാക്കിയിരിക്കുകയാണ്. സമാധാന ചർച്ചകൾക്കിടയിലും ഇസ്രായേൽ ഗാസയിൽ ആക്രമണങ്ങൾ തുടരുകയാണ്. നെറ്റ്സാരിയും ഇടനാഴിയുടെ നിയന്ത്രണം ഏറ്റെടുത്തതോടെ ഗസയിലേക്കുള്ള ജനങ്ങൾക്ക് നഗരം വിടാനുള്ള അവസാന അവസരമാണ് നൽകുന്നതെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ആവർത്തിച്ചു. ഇസ്രായേലിൻ്റെ ഈ നടപടികൾ പ്രദേശത്തെ മാനുഷിക പ്രതിസന്ധി കൂടുതൽ വഷളാക്കുമെന്ന് ആശങ്ക ഉയർന്നിട്ടുണ്ട്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ സമാധാന നിർദ്ദേശങ്ങൾക്കിടെയാണ് ഇസ്രായേലിൻ്റെ ശക്തമായ നീക്കമെന്നതും ശ്രദ്ധേയം. അതേസമയം ട്രംപിൻ്റെ സമാധാന നിർദ്ദേശങ്ങളോട് ഹമാസ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. സമാധാന നിർദ്ദേശങ്ങൾ ഹമാസ് സ്വീകരിച്ചിട്ടില്ല. ഗസയെ ഇസ്രായേൽ സൈന്യം വളഞ്ഞിരിക്കുന്നു. തെക്കോട്ട് പോകുന്ന ഏതൊരാളും ഇസ്രായേൽ സൈന്യത്തിൻ്റെ പരിശോധന ചെക്ക് പോസ്റ്റുകൾ വഴി മാത്രമേ കടന്നു പോകാവൂ. തെക്കോട്ട് നീങ്ങാൻ ആഗ്രഹിക്കുന്ന ഗസ നിവാസികൾക്ക് ഇത് അവസാന അവസരമാണ്. ഹമാസിനെ നഗരത്തിൽ ഒറ്റപ്പെടുത്താനും ഇസ്രായേൽ സൈന്യത്തിൻ്റെ പ്രവൃത്തി ശക്തിപ്പെടുത്താനുമാണ് തീരുമാനം. ഗാസയിൽ തുടരുന്ന ജനങ്ങളെ ഭീകരവാദികളായി കണക്കാക്കും. ഹമാസിനെ നിരായുധീകരിക്കുന്നതുവരെ ഇസ്രായേൽ സൈന്യം തങ്ങളുടെ പ്രവർത്തനം തുടരാൻ ദൃഢനിശ്ചയം എടുത്തിരിക്കുന്നു. എല്ലാ ബന്ദികളെയും തിരിച്ചെത്തിക്കും. ഇതാണ് ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞത്. യുദ്ധം അവസാനിപ്പിക്കാനുള്ള പാതയിലാണ് തങ്ങളെന്നും അതുകൊണ്ടാണ് വളരെ മാരകമായ ആക്രമണങ്ങൾ നടത്തുന്നതെന്നും ഇസ്രായേൽ കാറ്റ്സ് കുറിച്ചു. 2 വർഷത്തോളമായി പശ്ചിമേഷ്യയുടെയും ലോകത്തിൻ്റെയും ഉള്ളുനീറ്റുന്ന ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച വെടിനിർത്തൽ പദ്ധതി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അംഗീകരിച്ചിരുന്നു. കരാർ അംഗീകരിക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഇനി തീരുമാനമെടുക്കേണ്ടത് ഹമാസായിരുന്നു. ഹമാസിന് 4 ദിവസത്തെ സമയവും ട്രംപ് അനുവദിച്ചിരുന്നു. മധ്യസ്ഥരായ ഖത്തറും ഈജിപ്തും കരാറിൻ്റെ പകർപ്പ് തങ്ങളുമായി പങ്കുവച്ചിട്ടുണ്ടെന്നും ശുഭാപ്തി വിശ്വാസത്തോടെയും ഉത്തരവാദിത്വത്തോടെയും അത് പരിശോധിച്ച് വിലയിരുത്തിയ ശേഷം മറുപടി പറയുമെന്നാണ് ഹമാസ് പ്രതികരിച്ചത്. അടിയന്തര വെടിനിർത്തൽ, ഹമാസിന്റെ പക്കൽ ശേഷിക്കുന്ന ബന്ദികളെ 72 മണിക്കൂറിനുള്ളിൽ മോചിപ്പിക്കൽ, ഗസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തിന്റെ പടിപടിയായുള്ള സൈനിക പിന്മാറ്റം എന്നിവയാണ് 20 ദിന സമാധാന പദ്ധതിയുടെ ലക്ഷ്യം. ഹമാസിന്റെ നിരായുധീകരണവും യുദ്ധാനന്തരം രാജ്യാന്തര നേതൃത്വത്തിലുള്ള ഇടക്കാല ഭരണവും കരാർ ആവശ്യപ്പെടുന്നു. ഈ ഇടക്കാല സർക്കാരിനെ മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയർ നയിക്കണമെന്നാണ് ട്രംപിന്റെ ശുപാർശ. ഇതിനിടയിലാണ് വെടിനിർത്തൽ കരാർ കാറ്റിൽ പറത്തി ഇസ്രായേൽ സൈന്യം ഗസയിൽ ആക്രമണം ശക്തിപ്പെടുത്തിയതും ജനങ്ങളോട് ഗസ വിട്ട് ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടതും. സമാധാനം പടിവാതിൽക്കൽ വെച്ച് വീണ്ടും തച്ചുടച്ച് കളയുകയാണ് ഇസ്രായേൽ. ഹമാസും ശക്തമായ തിരിച്ചടിക്ക് മുതിരുന്നു എന്നാണ് റിപ്പോർട്ട്. എന്തായാലും സമാധാന ശ്രമങ്ങളെല്ലാം കാറ്റിൽ പറത്തിയിരിക്കുന്നു ഇസ്രായേൽ. വെടിനിർത്തൽ ഇസ്രായേൽ ലംഘിച്ചിരിക്കുന്നു.